നമസ്കാരം. സംസ്ഥാനത്തെ ഇപ്പോഴത്തെ പ്രശ്നം മഴയും പ്രളയവും അതിജീവനവുമാണ്. കേരളത്തിന്റെ തീരങ്ങളിൽ ജീവൻ നഷ്ടപ്പെടുന്നവരുടെ എണ്ണം കൂടുകയാണ്. 9ാം ദിവസം പിന്നിടുമ്പോൾ കാണാതായ മത്സ്യത്തൊഴിലാളിയെ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. വൈകി ഉണർന്ന സംവിധാനങ്ങൾ തെരച്ചിൽ നടത്തിയിട്ടും ഫലം വിഫലം. എന്തുറപ്പാണ് മനുഷ്യജീവന് സംവിധാനങ്ങൾ നൽകുന്നത്? മാറി മാറി വരുന്ന ഭരണം നൽകുന്ന ഉറപ്പ് പാഴാകുന്നു. ആശ്വാസമല്ല, പരിഹാരം വേണം. കണ്ണീരോടെ കാത്തിരിക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ ചോദ്യങ്ങൾക്ക്, ആശങ്കയ്ക്ക് ആര് മറുപടി പറയും? ടോപ് 10ലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. പ്രധാന വാർത്ത. സംസ്ഥാനത്ത് 5 ദിവസം കൂടി മഴ തുടരും. കോട്ടയത്തും കുട്ടനാട്ടിലും മഴക്കെടുതി രൂക്ഷം. വിഴിഞ്ഞത്തും മുതലപ്പൊഴിയിലും നീണ്ടകരയിലും കാണാതായവർക്കായുള്ള ഇന്നത്തെ തിരച്ചിലും ഫലം കണ്ടില്ല. തിരച്ചിലിൽ അലംഭാവമെന്ന ആക്ഷേപം. മകനെ കണ്ടെത്തിയില്ലെങ്കിൽ നിരാഹാരം തുടങ്ങുമെന്ന് ഗൗതം കൃഷ്ണയുടെ അമ്മ. വിവാദ പരാമർശം നടത്തിയ നീണ്ടകര ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർക്ക് സ്ഥലം മാറ്റം. പ്രളയ രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച രാജേഷിന്റെ മൃതദേഹം ഫ്രീസർ ഇല്ലാതെ കൊണ്ടുപോയതിൽ പയ്യന്നൂർ തഹസിൽദാർക്ക് സസ്പെൻഷൻ. KP പോളിന് ഗുരുതര വീഴ്ചയെന്ന് കണ്ടെത്തൽ. മൃതദേഹം കൊണ്ടുപോകാൻ 25,000 രൂപ ആവശ്യപ്പെട്ടു. പഞ്ചായത്ത് അംഗം മുഖേന 10,000 രൂപ നൽകിയെങ്കിലും വിവാദമായതോടെ തിരികെ നൽകിയെന്നും റിവർ റാഫ്റ്റിംഗ് സൊസൈറ്റി. രാജ്യത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വ്യാജ ഉള്ളടക്കങ്ങൾ തടയാൻ മെറ്റയ്ക്ക് കർശന നിർദ്ദേശം നൽകി കേന്ദ്രം. അൽഗോരിതം മാറ്റണമെന്നും വ്യാജ ഉള്ളടക്കങ്ങൾ തടയാനുള്ള നിരീക്ഷണ സംവിധാനം വേണമെന്നും IT മന്ത്രാലയം. ഡീപ് ഫേക്ക് നിയന്ത്രിക്കാൻ മെറ്റയും സർക്കാരും തമ്മിൽ വീണ്ടും ചർച്ച. UP ഇടപാടുകളിൽ വ്യക്തത വരുത്തി ധനമന്ത്രാലയം. ഇടപാടുകൾ സൗജന്യമായി തുടരും. വിദ്യാർത്ഥികളുമായി സംവദിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ചാത്രോം കി ഗൂഞ്ച് പരിപാടിയെ വിമർശിച്ച് ശശി തരൂർ. ഡെറാഡൂണിലും കോട്ടയിലും കോൺഗ്രസ് നടത്തിയ പരിപാടി പരാജയം. വിദ്യാർത്ഥികളുടെ പിന്തുണ നേടാനായത് CJPക്ക്. കോൺഗ്രസിന് വീഴ്ച പറ്റിയത് എവിടെയെന്ന് പരിശോധിക്കണമെന്ന് തരൂർ. വാക്കുകൾ മാധ്യമങ്ങൾ വളച്ചൊടിച്ചെന്ന് വിശദീകരണം. പ്രക്ഷോഭങ്ങൾക്ക് വേദിയാകുന്ന ജന്തർ മന്ദർ പ്രദേശം അടച്ചിടുന്ന കാര്യം എന്തുകൊണ്ട് പരിഗണിക്കുന്നില്ലെന്ന് ഡൽഹി ഹൈക്കോടതി. കേന്ദ്ര സർക്കാരിന്റെ മണ്ഡല പുനർനിർണയ ബില്ലിനും വനിതാ സംവരണ ബില്ലിനും പിന്തുണ പ്രഖ്യാപിച്ച് ശിരോമണി അകാലിദൾ. സ്വാതന്ത്ര്യദിനത്തിൽ വന്ദേ മാതരം പൂർണ്ണമായി ആലപിക്കണമെന്ന ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവ് തള്ളി മന്ത്രിമാരായ രമേശ് ചെന്നിത്തലയും PK കുഞ്ഞാലിക്കുട്ടിയും. RSS അജണ്ടയുടെ ഭാഗമെന്നും ഉത്തരവ് പിൻവലിക്കണമെന്നും പ്രതിപക്ഷം. കാസർകോട്ടെ സ്വാതന്ത്ര്യദിന ക്വിസിലെ വിവാദമായ ചോദ്യത്തിൽ കർശന നടപടിക്ക് നിർദ്ദേശം നൽകി മന്ത്രി N ഷംസുദ്ദീൻ. ഒളിവിലിരുന്ന് സർക്കാർ സംവിധാനത്തെ ഭീഷണിപ്പെടുത്തുന്ന അർജുൻ നായകയെ പിടികൂടാനാകാതെ പോലീസ്. ഒളിവിൽ പോകാൻ ഉപയോഗിച്ച കാർ കണ്ണൂരിൽ നിന്നും കണ്ടെത്തി. എടപ്പാൾ ആശുപത്രിയിലെത്തിയ ദൃശ്യങ്ങൾ പുറത്ത്. മുഖ്യമന്ത്രിയെ ആക്ഷേപിച്ച് പോസ്റ്റിട്ടതിനും കേസ്. മുട്ടിനു വെടിവെച്ചാലും മുട്ടുകുത്തില്ലെന്നും തന്നെ ഇങ്ങനാക്കിയത് സിസ്റ്റമെന്നും അർജുൻ. ആയങ്കിയെ തള്ളി CPM. ഡൊണാൾഡ് ട്രംപിന്റെ മരുമകൻ മൈക്കൽ ബുലോസും US സ്ഥാനപതി സെർജിയോ ഗോറും കേരളത്തിൽ. 8-അംഗ സംഘം എത്തിയത് സർക്കാരിന്റെ അതിഥിയായി. കൊച്ചിയിൽ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ശ്രീലങ്കയ്ക്കെതിരായ ടെസ്റ്റ് പരമ്പരയിൽ സായി സുദർശൻ കളിക്കില്ല. പരിക്ക് ഭേദമായില്ല. മലയാളി താരം ദേവദത്ത് പടിക്കൽ ടീമിൽ. സന്നാഹ മത്സരത്തിൽ ശ്രീലങ്കൻ 11-നെതിരെ പടിക്കലിന് സെഞ്ചുറി. കർണാടക ബിഡദിയിലെ KSRTC ബസ് അപകടത്തിന് കാരണം വിശ്രമമില്ലാത്ത സിംഗിൾ ഡ്രൈവർ ഡ്യൂട്ടി എന്ന ആരോപണം. ദീർഘദൂര സർവീസിൽ പരിചയ സമ്പന്നർക്ക് പകരം അയച്ചത് താൽക്കാലിക ഡ്രൈവറെ. കോഴിക്കോട് നിന്നും ബംഗളൂരുവിലേക്ക് പോയ സൂപ്പർ ഡീലക്സ് ബസ് മറിഞ്ഞ് മരിച്ചത് ഡ്രൈവറും കണ്ടക്ടറും. 20 പേർക്ക് പരിക്ക്. 4 പേരുടെ നില ഗുരുതരം. സ്റ്റോറി ഓഫ് ദ ഡേ. വിജയ വഴിയെ ആര്യ.
മഴയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, അലർട്ടുകൾ എങ്ങനെയെന്ന് നോക്കാം. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനാൽ സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം മഴ തുടരും. ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്കും കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. കോട്ടയത്തും കുട്ടനാട്ടിലും മഴക്കെടുതി രൂക്ഷമാണ്. മഴയുടെ കൂടുതൽ വിവരങ്ങൾ രജിത് കുമാർ തിരുവനന്തപുരത്തു നിന്നും നൽകും. രജിത്ത്, ഇനിയും 5 ദിവസം മഴ തുടരും എന്ന മുന്നറിയിപ്പാണ്. ആശങ്ക അകലുന്നില്ല എന്നുള്ളതാണ്. എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്? ഒപ്പം ഈ അലർട്ടുകൾ എങ്ങനെയാണ്? നമുക്കറിയാം, ഏറ്റവും കൂടുതൽ മഴക്കെടുതി ബാധിച്ചത് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലെയാണ്. അവിടെയും ഈ മഴക്കെടുതി രൂക്ഷമായി തുടരുകയാണ്. വ്യാപാരികളടക്കം ആശങ്കയിലാണ്. തീർച്ചയായും അശ്വതി, ഈ മഴക്കെടുതി, അത് മഴയുടെ ഒരു ശക്തി, അത് 5 ദിവസം കൂടി ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് വീണ്ടും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ന് നൽകിയിരിക്കുന്ന അറിയിപ്പ് പ്രകാരം തന്നെ ഏകദേശം പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്നിപ്പോൾ ഓറഞ്ച് അലർട്ട് തുടരുന്നത്. ഒപ്പം തന്നെ മഞ്ഞ അലർട്ടും തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലും മഞ്ഞ അലർട്ടും തുടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ശക്തമായ മഴ തന്നെയാണ് പ്രവചിച്ചിട്ടുള്ളത്. കൃത്യമായ മുൻകരുതലുകളും ജാഗ്രതാ നിർദ്ദേശങ്ങളും ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ രൂപപ്പെട്ടിരിക്കുന്ന ന്യൂനമർദ്ദമാണ് മഴ വീണ്ടും ശക്തമാകാനുള്ള ഒരു സാധ്യതയായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ കൃത്യമായ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ അതുതന്നെയാണ് വീണ്ടും അറിയിക്കുന്നത്. ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൃത്യമായി തന്നെ പാലിക്കണമെന്ന നിർദ്ദേശം ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. അതേ സമയത്ത് തന്നെ ഇടുക്കി ഉൾപ്പെടെയുള്ള മേഖലകളിൽ ശക്തമായ മഴ അത് തുടരുന്നുണ്ട് എന്നാണ് ഇപ്പോഴും നമുക്ക് ലഭിക്കുന്ന വിവരം. ശക്തമായ മഴ ആ ഭാഗങ്ങളിലൊക്കെ തുടരുകയാണ്. താഴ്ന്ന പ്രദേശങ്ങളിലെ വ്യാപാര സ്ഥാപനങ്ങളിലടക്കം വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണ്. ഒപ്പം തന്നെ കൂമ്പൻപാറയ്ക്കും കത്തിപ്പാറയ്ക്കും സമീപം കനത്ത മഴയെ തുടർന്ന് മണ്ണിടിച്ചിൽ, അത് ഗതാഗതം തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് കല്ലാർകുട്ടി ഡാമിന്റെ ഷട്ടറുകളും രാത്രി തന്നെ ഉയർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾ ജാഗ്രതാ നിർദ്ദേശം ഭരണകൂടം ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. ജില്ലാ ഭരണകൂടം ആ ജാഗ്രതാ നിർദ്ദേശം കൃത്യമായി പാലിക്കണം. കോട്ടയം ജില്ലയിലും കോട്ടയം ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളിലും ശക്തമായ വെള്ളപ്പൊക്കം അത് ഇപ്പോഴും തുടരുന്നു എന്ന് തന്നെയാണ്. പത്തനംതിട്ട ജില്ലയിലാണെങ്കിൽ പത്തനംതിട്ട ജില്ലയുടെ അപ്പർ കുട്ടനാടൻ മേഖലകൾ, തിരുവല്ല ഉൾപ്പെടെയുള്ള അപ്പർ കുട്ടനാടൻ മേഖലകളിലൊക്കെയാണ് ഇപ്പോൾ കൂടുതലായി ആളുകൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. അവിടുന്ന് ആളുകളെയൊക്കെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക്. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനാൽ സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം മഴ തുടരുമെന്ന മുന്നറിയിപ്പുണ്ട്. ചിലയിടങ്ങളിൽ മഴ ശക്തമാകും. എന്തായാലും മലയോര മേഖലകളിൽ, തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. കുട്ടനാട്ടിലും മഴക്കെടുതി രൂക്ഷമായി തുടരുന്ന സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. വിവരങ്ങളാണ് രജിത് കുമാർ തിരുവനന്തപുരത്തു നിന്നും നൽകിയത്. മറ്റ് മഴയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ നോക്കാം. കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിൽ പ്രളയം ദുരിതം വിതച്ചിട്ട് ഒരാഴ്ച പിന്നിട്ടു. പ്രധാന റോഡുകളിലെ യാത്രാ തടസ്സം നീങ്ങിയെങ്കിലും ഉൾനാടൻ റോഡുകളിൽ പലതിലും ഗതാഗതം നിലവിൽ സാധ്യമല്ല. ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്നത് നഷ്ടങ്ങളുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നതിനൊപ്പം ആരോഗ്യ ഭീഷണിയും ഉയർത്തുന്നു. കോട്ടയം താലൂക്കിലെ തിരുവാർപ്പ്, കുമരകം, ഐമനം, ആർപ്പുകര, വിജയപുരം പഞ്ചായത്തുകളുടെയും കോട്ടയം നഗരസഭയുടെയും താഴ്ന്ന പ്രദേശങ്ങളിൽ ഒരാഴ്ചയായി ജലനിരപ്പ് ഉയർന്നു നിൽക്കുകയാണ്. നൂറുകണക്കിന് വീടുകളാണ് വെള്ളക്കെട്ടിനുള്ളിലായിരിക്കുന്നത്. 2018 വെള്ളം പോലും ഇതുപോലെ കിടന്നിട്ടില്ല. പിന്നെയും കയറി ഇറങ്ങുക. എല്ലാ വീട്ടിലെല്ലാവരും, അച്ചാച്ചനും അമ്മയും അനിയനും എല്ലാം അവിടെ കിടക്കുന്നു. മൊത്തം വെള്ളമായിരുന്നു. എന്നാ ചെയ്യാനാ? വീട്ടിലരെ ചങ്ങാറ്റം വെള്ളം ഉണ്ടായിരുന്നു. വെള്ളം ഇറങ്ങിയിട്ടില്ല. ഇപ്പോൾ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാലും നമുക്ക് നിലയില്ലാതെ വെള്ളമുണ്ട്. കുടിവെള്ളം ഒന്നും ചെയ്യാനില്ലേ, കരപ്പറ്റ വെള്ളത്ത് പോയി കുടിക്കാമെന്ന് നോക്കുകയുള്ളൂ. ദിവസങ്ങളോളം ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്നത് നാശനഷ്ടങ്ങളുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുമെന്നാണ് ആശങ്ക. റോഡുകളുടെയും കെട്ടിടങ്ങളുടെയും ബലക്ഷയത്തിനും വെള്ളക്കെട്ട് കാരണമാകും. അതിങ്ങനെ സ്ഥിരമായിട്ട് വെള്ളം കയറുന്നതുകൊണ്ട് മിക്കവാറും വീടുകളൊക്കെ ഓരോ വർഷം ഇങ്ങനെ കുറച്ച് പൊട്ടിക്കൊണ്ടിരിക്കുക. അത് കാലക്രമേണ മിക്കവാറും ഉള്ള വീടുകളെല്ലാം മിക്കവാറും പോകുന്ന ലക്ഷണമാണ്. അതങ്ങനെ ആ രീതിയാണ് കാണുന്നത്. കാരണം ഭിത്തിയെല്ലാം പൊട്ടുന്നു, അതുപോലെ വീടിന് ബലക്ഷയം വരുന്നു. അത് തേപ്പുകളെല്ലാം തേക്കുന്നതെല്ലാം കുറച്ച് കഴിയുമ്പോൾ അതങ്ങനെ ഇങ്ങനെ പൊട്ടി പോവുക, അങ്ങനെയൊക്കെ നടക്കുന്നത്. ആറ്റിലെ ജലനിരപ്പ് താഴ്ന്ന ചില പ്രദേശങ്ങളിലും കെട്ടിക്കിടക്കുന്ന ജലം ഒഴുകിപ്പോകാൻ ഓടകളില്ലാത്തതും വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. ഇത് പകർച്ചവ്യാധി ഭീഷണിക്കും കാരണമാവുകയാണ്. ഈ വീടുകളിലെ വെള്ളം ഇറങ്ങണേ ഒരു 2-3 ആഴ്ച കഴിയും. കാരണം വെയിൽ നല്ലതായിട്ട് വന്നാൽ, കാരണം ഈ ആറുമായിട്ടുള്ള കണക്റ്റിങ് വിട്ടു, ഇനി നിന്ന് പറ്റണം. ഈ പ്രദേശങ്ങളിലുള്ള ഒരു 10-25 വീട്ടുകളുണ്ട്. ഈ 25 വീട്ടിലും വെള്ളം ഇറങ്ങണമെന്നുണ്ടെങ്കിൽ വെയിൽ വന്ന് ആ വെയിലത്ത് ആവിയായിട്ട് പോയാൽ മാത്രമേ ഈ വെള്ളം ഇറങ്ങുള്ളൂ. അപ്പോൾ അവരുടെ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കി.
ജില്ലയിലെ പ്രധാന റോഡുകളിൽ ഗതാഗത തടസ്സം നീങ്ങിയെങ്കിലും ഉൾനാടൻ പ്രദേശങ്ങളിലേക്ക് ഇപ്പോഴും വാഹനങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. 12,000-ൽ പരം ആളുകളാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത്. അതേസമയം 2 ദിവസം കൂടി മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വിഭാഗം നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. അമൃത ന്യൂസ്, കോട്ടയം. കേരളത്തിലെ ദുരന്ത മുഖങ്ങളിലെല്ലാം ഓടിയെത്തുന്നവരാണ് നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ. പക്ഷേ മത്സ്യത്തൊഴിലാളികളോട് സർക്കാർ സംവിധാനം കാണിക്കുന്നത് വലിയ അലംഭാവമാണ്. മുതലപ്പുഴയിൽ മത്സ്യബന്ധനത്തിനിടെ അപകടത്തിൽപ്പെട്ട് കാണാതായ ഷിജിനായി 9ാം ദിവസവും നടത്തിയ തിരച്ചിലും വിഫലം. രാവിലെ 5:30 എത്തുമെന്ന് പറഞ്ഞ സ്കൂബ ടീം എത്താൻ വൈകിയതും ഉച്ചയ്ക്ക് ശേഷം കാലാവസ്ഥ പ്രതികൂലമായതും തിരിച്ചടിയായി. ഇന്നലെ രാത്രിയോ ഇന്ന് അതിരാവിലെയോ പോലും സ്കൂബ ടീമിനെ വിളിക്കുന്നതിൽ സർക്കാർ സംവിധാനങ്ങൾ വീഴ്ച വരുത്തിയതാണ് ടീം വൈകാൻ കാരണം. സംവിധാനങ്ങൾ ഫലപ്രദമല്ലെന്ന് കുടുംബവും ആരോപിക്കുന്നു. മുതലപ്പുഴയിൽ കാണാതായ ഷിജിനു വേണ്ടി 9ാം ദിവസം രാവിലെ 5:30 മണിയോടുകൂടി തെരച്ചിൽ ആരംഭിക്കുമെന്നായിരുന്നു സർക്കാർ സംവിധാനങ്ങളും മന്ത്രിയും നൽകിയിരുന്ന ഉറപ്പ്. തെരച്ചിലിനായി സ്കൂബ ടീമും എത്തുമെന്നും മന്ത്രി ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ രാവിലെ 12 മണിയായിട്ടും ഇത്തരത്തിൽ സ്കൂബ ടീം എത്താതെ വന്നതോടെ കുടുംബം അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തി. 5:45 ഇവിടെ ഇറങ്ങുമെന്ന് പറഞ്ഞതാ, ഇതുവരെ ഇവിടെ ആരും വന്നിട്ടില്ല. അവർ പറഞ്ഞു ഇപ്പോൾ വരുന്നു അങ്ങനെ പറയുന്നതല്ലാതെ വേറെ ഒരു ഇതുമില്ല. സ്ഥലത്തെത്തിയ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സർക്കാർ സംവിധാനങ്ങളുടെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടി വിമർശനം ഉന്നയിച്ചു. ഇവിടെ ഒരു ഗവൺമെൻറ് ഉണ്ടോ? ഒരു ഗവൺമെൻറ് ഉണ്ടോ? ആ ഗവൺമെൻറ് നാഥനുണ്ടോ? എല്ലാ വകുപ്പും പരാജയപ്പെട്ടിരിക്കുന്നു. ഫിഷറീസ് വകുപ്പ്, റവന്യൂ വകുപ്പ്, പൊതുഭരണ വകുപ്പ് എന്ന് വേണ്ട എല്ലാ വകുപ്പുകളും ഒരുപോലെ പരാജയപ്പെട്ടിരിക്കുന്നു. ഒടുവിൽ കാത്തിരിപ്പുകൾക്ക് അവസാനമായി സ്കൂബ ടീം 12:30 സ്ഥലത്തെത്തി. നടത്താൻ പോകുന്ന കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ടീം വിശദീകരിച്ചു. നമ്മൾ 4 പേരടങ്ങുന്നത്, ഇപ്പം നമ്മൾ 2 പേരടങ്ങും. ബോഡി കിറ്റ് വന്ന ഒരാളുടെ ഇറങ്ങി നമ്മൾ ബോഡി റിക്കവർ ചെയ്യും. വളരെ വേഗം സംഭവ സ്ഥലത്തേക്ക്. അവിടെ തെരച്ചിൽ ആരംഭിച്ച് 1 മണിക്കൂർ പിന്നിടുന്നതിന് മുമ്പേ കാലാവസ്ഥ പ്രതികൂലമായി. വളരെ വേഗം തെരച്ചിൽ അവസാനിപ്പിച്ച് സംഘം കരയ്ക്ക് കയറി. ഏത് വിധേനയാണ് തെരച്ചിൽ നടത്തിയതെന്ന് സംഘം ഇങ്ങനെ വിശദീകരിച്ചു. ഓക്കെ, നമ്മൾ ലോക്കൽസ് പറഞ്ഞ ഏരിയ നമ്മൾ മൊത്തം കവർ ചെയ്തിട്ടുണ്ട്. അവരാ ഏരിയ പറഞ്ഞ് നമ്മൾ സർക്കിൾ പാറ്റേണിൽ ഫുൾ ഏരിയ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മേളിക്കേറി വന്ന് പിന്നെ ഒരു പാറ്റേൺ അടിച്ച് വേറെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് നോക്കുമ്പോഴാണ് നല്ല റഫായത്. ഒടുവിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഏറ്റവും ശ്രദ്ധേയം. ഇല്ല, ഇന്നലെ അറിയിച്ചവരെ എനിക്കറിയില്ല. നമ്മൾ അറിഞ്ഞത് ഇന്ന് രാവിലെയാണ്. ഫിഷറീസ് ഐഡിയാണ്. ഇതിനു മുമ്പ് നമ്മൾ എൻക്വയറി ചെയ്തിരുന്നു. പക്ഷേ അന്ന് കാലാവസ്ഥ ഭയങ്കര റഫായിരുന്നുകൊണ്ട് പറ്റില്ല എന്ന് തന്നെ പറഞ്ഞിരുന്നു. അതിനുശേഷം ഇന്നാണ് കാലാവസ്ഥ ഒതുങ്ങിയത്. അപ്പോൾ ഇന്ന് വിളിച്ചു, നമ്മൾ അതിനുശേഷം ഇവിടെ എത്തുകയും ചെയ്തു. സ്കൂബ ടീമിനെ ഇവിടേക്ക് വരണമെന്നുള്ള വിവരം അറിയിച്ചത് രാവിലെ 10 മണിക്ക് മാത്രമാണ്. 10:30 അവരവിടെ നിന്ന് പുറപ്പെടുകയും 12:30 സ്ഥലത്തെത്തുകയും ചെയ്തു. എന്നാൽ സർക്കാർ പറഞ്ഞത് ഇന്ന് രാവിലെ 5:30 തെരച്ചിൽ ആരംഭിക്കുമെന്നും സ്കൂബ ടീം സജ്ജമാണെന്നുമായിരുന്നു. മുതലപ്പുഴയിൽ നിന്നും ക്യാമറമാൻ സനൽകുമാറിനൊപ്പം എബി ജോൺ തോമസ്, അമൃത ന്യൂസ്, തിരുവനന്തപുരം. പ്രതിഷേധങ്ങൾ ശക്തമായി തുടരുന്നു. കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്താൻ കാര്യക്ഷമമായ തിരച്ചിൽ നടത്തണമെന്നാവശ്യപ്പെട്ട് CPMന്റെ നേതൃത്വത്തിൽ വിഴിഞ്ഞം ജംഗ്ഷനിൽ റോഡ് ഉപരോധിച്ചു. വിഴിഞ്ഞത്തു നിന്നും മത്സ്യബന്ധനത്തിന് പോയ ജോണിനെ കാണാതായിട്ട് ഇന്ന് 9 ദിവസം പിന്നിടുന്നു. വിഴിഞ്ഞത്ത് നിന്നും മത്സ്യബന്ധനത്തിന് പോയ ജോണിനെ കാണാതായിട്ട് 9 ദിവസം പിന്നിട്ട സാഹചര്യത്തിലാണ് CPMന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ വിഴിഞ്ഞം ജംഗ്ഷനിൽ റോഡ് ഉപരോധിച്ചത്. ഇവിടെ ഈ സമരം ഇന്ന് 9ാം ദിവസമായി. അന്വേഷണം ഇതുവരെ തൃപ്തികരമായി നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ വഴി തിരിഞ്ഞു നോക്കിയിട്ടില്ല. അദ്ദേഹം പറയുന്നത് കടപ്പുറത്ത് പോയാലുള്ള സ്ഥിതി അറിയാമല്ലോ. കടപ്പുറത്ത് തൊഴിലാളികൾ അവിടെ സങ്കടം പറയും. അതിനുള്ള ശബ്ദത്തിലായിരിക്കും അവർ പറയുക. അത് കാണാനും കേൾക്കാനുമുള്ള സന്മനസ് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഉണ്ടാകണം. അവരോട് നിങ്ങൾ എന്ത് ചെയ്തു എന്ന് വിശദീകരിക്കണം. ആ സാമാന്യ മര്യാദ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കാട്ടിയില്ല. അടിയന്തരമായി കാണാതായ തൊഴിലാളിയെ കണ്ടെത്തണം. അവർക്ക് നഷ്ടപരിഹാരവും മറ്റ് ആശ്വാസവും എത്തിക്കണം. മരിച്ചുപോയ തൊഴിലാളിയുടെ മക്കൾക്ക് തൊഴിൽ കൊടുക്കണം. ഈ തരത്തിലുള്ള മാനുഷികമായ പരിഗണന ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. സ്ഥലം MLAയോ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ MPയോ ജോണിന്റെ കുടുംബത്തെ സന്ദർശിക്കാൻ തയ്യാറായിട്ടില്ലെന്ന ആരോപണവും ശക്തമാണ്. തെരച്ചിലിനായി കൂടുതൽ റെസ്ക്യൂ ടീമുകളെ എത്തിക്കണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെയും പ്രവർത്തകരുടെയും ആവശ്യം. മഴയെ അവഗണിച്ചുള്ള പ്രതിഷേധം രാത്രി വൈകിയും തുടർന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കൊല്ലം നീണ്ടകരയിലും മത്സ്യബന്ധന വള്ളം മറിഞ്ഞ് കാണാതായ ഗൗതം കൃഷ്ണന് വേണ്ടിയുള്ള
തിരച്ചിൽ ഇന്നും വിഫലമായി. തിരച്ചിലിനായി കൂടുതൽ സംവിധാനങ്ങൾ എത്തിയെങ്കിലും കടലിലെ പരിശോധന തൃപ്തികരമല്ലെന്ന് ഗൗതമിന്റെ അമ്മ രേഷ്മ പറയുന്നു. അതേസമയം രേഷ്മയുടെ പ്രതിഷേധത്തിന് കാരണമായ പരാമർശം നടത്തിയ ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടറെ സ്ഥലം മാറ്റി. കൊല്ലം നീണ്ടകരയിൽ മത്സ്യബന്ധന വള്ളം മറിഞ്ഞ് കടലിൽ കാണാതായ 26 വയസ്സുകാരനായ ഗൗതം കൃഷ്ണനെ കാണാതായിട്ട് ഇന്ന് 9ാം ദിവസം. അമ്മ രേഷ്മയുടെ പ്രതിഷേധത്തിന് പിന്നാലെ കഴിഞ്ഞ ദിവസം മുതൽ തെരച്ചിൽ കൂടുതൽ ഊർജിതമാക്കി. കോസ്റ്റൽ പോലീസും കോസ്റ്റ് ഗാർഡും മറൈൻ എൻഫോഴ്സ്മെന്റും സംയുക്തമായാണ് തെരച്ചിൽ നടത്തുന്നത്. ബോട്ടുകൾക്ക് പുറമെ ഹെലികോപ്റ്ററും ഡ്രോണും ഉപയോഗിച്ചുള്ള പരിശോധനയും തുടരുകയാണ്. എന്നാൽ ഇടവിട്ടുള്ള ശക്തമായ മഴയും കടൽ പ്രക്ഷുബ്ധമാകുന്നതും തെരച്ചിലിന് വെല്ലുവിളിയാകുന്നു. അതേസമയം തെരച്ചിൽ കാര്യക്ഷമമല്ലെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. കഴിഞ്ഞ ജൂലൈ 31-നാണ് ഗൗതം കൃഷ്ണ ഉൾപ്പെടെ 14 പേർ സഞ്ചരിച്ച മത്സ്യബന്ധന വള്ളം കടലിൽ മറിഞ്ഞ് അപകടമുണ്ടായത്. ഗൗതം കൃഷ്ണയുടെ അച്ഛൻ രാധാകൃഷ്ണനും മുത്തച്ഛൻ രാജീവനും ഈ അപകടത്തിൽ മരണപ്പെട്ടിരുന്നു. ഈ സാഹചര്യത്തിൽ ഗൗതമിനായുള്ള തെരച്ചിൽ ആവശ്യപ്പെടാൻ വൈകിയെന്ന ഫിഷറീസ് ഉദ്യോഗസ്ഥ പറഞ്ഞത് അമ്മ രേഷ്മയുടെ പ്രതിഷേധത്തിനിടയാക്കി. പരാമർശത്തിനെതിരെ രേഷ്മ പ്രതിഷേധിച്ചതിന് പിന്നാലെയാണ് ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടറെ സ്ഥലം മാറ്റിയത്. നീണ്ടകര ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ സ്ഥാനത്തു നിന്നും തസ്നീമ ബീഗത്തെ കൊല്ലത്ത് തന്നെ മറ്റൊരു ഓഫീസിലേക്കാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത്. അമൃത ന്യൂസ്, കൊല്ലം. ഇടുക്കി മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഷട്ടർ തുറന്നു. തമിഴ്നാട് കമ്പം താഴ്വരയിലെ കൃഷിഭൂമിയിലേക്ക് വെള്ളം തുറന്നു വിടുന്നതിനാണ് തേക്കടി ഷട്ടർ തുറന്നത്. കേരളത്തിന് ആവശ്യമായ അരിയും പച്ചക്കറികളും നൽകുന്നതിനാണ് മുല്ലപ്പെരിയാർ ജലനിരപ്പ് ഉയർത്താൻ തമിഴ്നാട് ആവശ്യപ്പെടുന്നതെന്ന് കമ്പം MLA ജഗന്നാഥ മിശ്ര പറഞ്ഞു. 2 മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ മുല്ലപ്പെരിയാറിൽ നിന്ന് തമിഴ്നാട് വെള്ളമെടുത്തു തുടങ്ങി. സാധാരണ ജൂൺ 1-ാം തീയതി മുതലാണ് മുല്ലപ്പെരിയാർ വെള്ളം തമിഴ്നാട്ടിലേക്ക് കാർഷിക ആവശ്യത്തിനായി എടുത്തിരുന്നത്. എന്നാൽ ഇത്തവണ ഓഗസ്റ്റിൽ മാത്രമാണ് വെള്ളം കൊണ്ടുപോകാൻ തമിഴ്നാടിന് കഴിഞ്ഞത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്നുള്ള വെള്ളമെത്തുന്നതോടെ മാസങ്ങളായി കടുത്ത പ്രതിസന്ധിയിലായിരുന്ന തമിഴ്നാട്ടിലെ കർഷകർക്ക് ഇത് വലിയ ആശ്വാസമാകും. തേനി MP തങ്കത്തമിഴ് സെൽവന്റെയും കമ്പം MLA ജഗന്നാഥ മിശ്രയുടെയും സാന്നിധ്യത്തിലാണ് ഷട്ടറുകൾ തുറന്നത്. ഇതിനു മുന്നോടിയായി തമിഴ് കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രത്യേക പൂജകൾ നടത്തി. മുല്ലപ്പെരിയാർ ജലനിരപ്പ് ഉയർത്തണമെന്ന ആവശ്യം കമ്പം MLA ജഗന്നാഥ മിശ്ര ആവർത്തിച്ചു. அதனால் ஹெல்ப்பை கேரளா கவர்மெண்ட் ஆலோசித்து ஹெல்ப்பை இந்த கழிவு நீரை முல்லை பெரியார் குடிநீரில் கலக்க நோக்கணும். 2 ഗവൺമെന്റുമേ സംസാരിച്ചിട്ട് ഇരിക്ക്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പും നീരൊഴുക്കും കൃത്യമായി വിലയിരുത്തിയ ശേഷമാണ് വെള്ളം തുറന്നുവിടാനുള്ള അന്തിമ തീരുമാനം തമിഴ്നാട് അധികൃതർ കൈക്കൊണ്ടത്. കമ്പം താഴ്വരയിലെ കർഷക സംഘടനകൾ ദീർഘനാളുകളായി ഉന്നയിച്ചിരുന്ന ആവശ്യത്തിനാണ് ഇതോടെ പരിഹാരമാകുന്നത്. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. മുഖ്യമന്ത്രിയുടെ വിരുന്ന് വിവാദത്തിൽ VD സതീഷിനെതിരെ പിണറായി വിജയൻ 2018 പ്രളയമുണ്ടായപ്പോൾ അന്ന് പട്ടിണി കിടന്നിട്ടില്ല. പക്ഷേ ചില ഔചിത്യമുണ്ട്. മുഖ്യമന്ത്രി അത് കാണിച്ചിട്ടുണ്ടോ എന്ന് അദ്ദേഹം തന്നെ പരിശോധിക്കട്ടെ എന്ന് പിണറായി വിജയൻ പറഞ്ഞു. ഞാനതിനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ അന്ന് പട്ടിണി കിടന്നിട്ടില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ അത് ആ ഘട്ടത്തില് നമ്മൾ കാണിക്കേണ്ട ചില ഔചിത്യങ്ങളുണ്ട്. അതാണ് പ്രശ്നം. ആ ഔചിത്യം അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടായോ എന്നുള്ളത് അദ്ദേഹം സ്വയമേ പരിശോധിക്കുകയാണ് വേണ്ടത്. പിന്നെ അതിന്റെ ഭാഗമായിട്ട് എന്നെ പറയണമെങ്കിൽ പറഞ്ഞോട്ടെ എന്ന് മാത്രമേ ഉള്ളൂ. രക്ഷാപ്രവർത്തകൻ രാജേഷിന്റെ മൃതദേഹം ഫ്രീസറില്ലാതെ ആംബുലൻസിൽ കൊണ്ടുപോയ സംഭവത്തിൽ പയ്യന്നൂർ തഹസീൽദാരെ സസ്പെൻഡ് ചെയ്യും. കളക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് ഇത് സംബന്ധിച്ച് റവന്യൂ മന്ത്രി നിർദ്ദേശം നൽകി. അതിനിടെ മൃതദേഹം കൊണ്ടുപോകാൻ ആംബുലൻസ് ചെലവിലേക്കായി പയ്യന്നൂർ തഹസീൽദാർ പണം ആവശ്യപ്പെട്ടെന്ന പരാതിയുമായി ചെറുപുഴ റിവർ റാഫ്റ്റിംഗ് സൊസൈറ്റിയും രംഗത്തെത്തി. കണ്ണൂർ ജില്ലാ കളക്ടർ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രിയുടെ നടപടി. മൃതദേഹം ആശുപത്രിയിൽ നിന്ന് വിട്ടു നൽകുമ്പോൾ ഫ്രീസറുള്ള ആംബുലൻസ് വേണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ സ്വകാര്യ ആംബുലൻസുകൾ കൂടുതൽ തുക ആവശ്യപ്പെട്ടെന്ന് ചൂണ്ടിക്കാണിച്ചാണ് സാധാരണ ആംബുലൻസിൽ മൃതദേഹം അയച്ചത്. ഇക്കാര്യത്തിൽ പയ്യന്നൂർ താലൂക്കിലെ രക്ഷാപ്രവർത്തനത്തിന്റെ മേൽനോട്ട ചുമതലയുള്ള തഹസിൽദാർ KP പോളിന് വീഴ്ച സംഭവിച്ചതായി ADMന്റെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. സംഭവത്തിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി നേരത്തെ അറിയിച്ചിരുന്നു. രാജേഷിന്റെ കുടുംബത്തിന് സർക്കാരിന്റെ
തങ്ങളുടെ ഭാഗത്ത് നിന്ന് ആവശ്യമായ എല്ലാ സഹായങ്ങളും ഉറപ്പാക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. അതിനിടെ തഹസിൽദാർക്കെതിരെ ഗുരുതര ആരോപണവുമായി ചെറുപുഴ റിവർ റാഫ്റ്റിംഗ് സൊസൈറ്റി വീണ്ടും രംഗത്തെത്തി. ആംബുലൻസ് ചെലവിനായി രാജേഷ് ജോലി ചെയ്തിരുന്ന റിവർ റാഫ്റ്റിംഗ് സൊസൈറ്റിയോട് തഹസിൽദാർ പണം ആവശ്യപ്പെട്ടെന്നാണ് പരാതി. ആംബുലൻസ് ക്രമീകരിക്കാമെന്ന് റാഫ്റ്റിംഗ് ടീം അറിയിച്ചിട്ടും പണമായി തന്നാൽ മതിയെന്നായിരുന്നു തഹസിൽദാരുടെ മറുപടി. ചെറുപുഴ പഞ്ചായത്ത് അംഗം വഴിയാണ് പണം ആവശ്യപ്പെട്ടത്. ഇക്കാര്യം പഞ്ചായത്ത് അംഗം മനീഷ് ആന്റണിയും സ്ഥിരീകരിച്ചു. നമ്മളത് കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ ദുരന്തനിവാരണ അതോറിറ്റിയുടെ ഡയറക്ഷൻ കൊടുത്തിരുന്നു. എത്രയും പെട്ടെന്ന് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ച് മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറുന്നതിനുള്ള നിർദ്ദേശം കൊടുത്തിരുന്നു. അവിടെ സംഭവിച്ച കാര്യത്തിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് എനിക്ക് വരുന്നതാണ്. അവിടെ വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നു. എന്തൊക്കെയാണ് അവരുടെ കുടുംബത്തിന് ഏത് രീതിയിലാണ് ഡെഡ് ബോഡി കൈമാറേണ്ടത്, ആ രീതിയിലേക്ക് വേണ്ടുന്ന വളരെ ക്ലിയർ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിരുന്നു. ആ ഇൻസ്ട്രക്ഷൻസ് അവിടെ പാലിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം, എന്തുകൊണ്ട് പാലിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ള കാര്യം പരിശോധിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നീട് പണം ആവശ്യമില്ലെന്ന് വ്യക്തമായതോടെ വാങ്ങിയ 10,000 രൂപ കഴിഞ്ഞ ദിവസം തന്നെ റാഫ്റ്റിംഗ് സംഘത്തിന് തിരികെ നൽകിയതായും മനീഷ് ആന്റണി വ്യക്തമാക്കി. രക്ഷാപ്രവർത്തനത്തിനിടെ ഉണ്ടാകുന്ന ചെലവുകൾ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് വിനിയോഗിക്കാമെന്നിരിക്കെ അപകടത്തിൽപ്പെട്ടയാളുടെ സഹപ്രവർത്തകരോട് തന്നെ പണം ആവശ്യപ്പെട്ടതിനെതിരെ കടുത്ത വിമർശനമാണ് ഉയരുന്നത്. മൃതദേഹം കൊണ്ടുപോയതിൽ വീഴ്ച വരുത്തിയ അതേ ഉദ്യോഗസ്ഥൻ തന്നെയാണ് പണം ആവശ്യപ്പെട്ടതിന് പിന്നിലും. അമൃത ന്യൂസ്, കണ്ണൂർ. രാജ്യത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വ്യാജ ഉള്ളടക്കങ്ങൾ തടയാൻ മെറ്റയ്ക്ക് കർശന നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. അൽഗോരിതം മാറ്റണമെന്നും വ്യാജ ഉള്ളടക്കങ്ങൾ തടയാൻ പ്രാപ്തമായ നിരീക്ഷണ സംവിധാനങ്ങൾ വേണമെന്നും IT മന്ത്രാലയം ആവശ്യപ്പെട്ടു. നേരത്തെ പ്ലാറ്റ്ഫോം പ്രവർത്തനത്തിലെ പിഴവുകളിൽ മെറ്റ മേധാവി മാർക്ക് സക്കർബർഗ് ക്ഷമാപണം നടത്തിയിരുന്നു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കുട്ടികൾക്കെതിരായ ലൈംഗികാതിക്രമ ദൃശ്യങ്ങൾ, ഡീപ് ഫേക്ക് ഉള്ളടക്കം ഉൾപ്പെടെ ഗുരുതരമായ വീഴ്ചകൾ നേരത്തെ IT മന്ത്രാലയം മെറ്റ പ്രതിനിധി സംഘത്തിനു മുൻപിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതിന്റെ തുടർ നടപടികളുടെ ഭാഗമായാണ് കേന്ദ്ര സർക്കാർ മെറ്റയ്ക്ക് കർശന നിർദ്ദേശങ്ങൾ നൽകിയത്. അൽഗോരിതം മാറ്റണമെന്നും ഡീപ് ഫേക്ക് വ്യാജ ഉള്ളടക്കങ്ങൾ തടയുന്നതിന് കണ്ടന്റ് മോഡറേഷൻ കൂടുതൽ ശക്തമാക്കണമെന്നും കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടു. മോർഫ് ചെയ്ത ചിത്രങ്ങളും തെറ്റിദ്ധരിപ്പിക്കുന്ന പോസ്റ്റുകളും വേഗത്തിൽ നീക്കം ചെയ്യണം. ഡാറ്റ ലോക്കലൈസേഷൻ ചട്ടങ്ങൾ പാലിക്കണം. ഇത്തരം നിർദ്ദേശങ്ങളിൽ ഉടൻ നടപടി വേണമെന്നും IT മന്ത്രാലയം വ്യക്തമാക്കി. നടപടികളുടെ ഭാഗമായി മെറ്റ പ്രതിനിധി സംഘം IT മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി അടുത്തയാഴ്ച വീണ്ടും ചർച്ച നടത്തും. പ്രധാനമന്ത്രിയുടെ പോസ്റ്റ് നീക്കം ചെയ്ത സംഭവത്തിൽ മെറ്റ അധികൃതരെ വിളിച്ചു വരുത്തിയ IT മന്ത്രാലയവും പാർലമെന്ററി കമ്മിറ്റിയും ഇത്തരം ഗുരുതരമായ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. തുടർന്നായിരുന്നു കുട്ടികൾക്കെതിരായ ലൈംഗികാതിക്രമ ദൃശ്യങ്ങൾ, ഡീപ് ഫേക്ക് ഉള്ളടക്കം, പ്ലാറ്റ്ഫോം പ്രവർത്തനത്തിലെ പിഴവുകളിലും മെറ്റ മേധാവി മാർക്ക് സക്കർബർഗ് ക്ഷമാപണം നടത്തിയത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. UPI ഇടപാടുകളിൽ വ്യക്തത വരുത്തി ധനമന്ത്രാലയം. UPI ഉപയോക്താക്കളിൽ നിന്നും നിരക്ക് ഈടാക്കില്ലെന്നും ദൈനംദിന ഇടപാടുകൾ സൗജന്യമായി തുടരുമെന്നും ധനമന്ത്രാലയം അറിയിച്ചു. ചെറുകിട വ്യാപാരികളിൽ നിന്നും ഇത്തരം സേവനങ്ങൾക്ക് നിരക്ക് ഈടാക്കില്ല. എന്നാൽ വ്യാപാരികളിൽ നിന്നും നാമമാത്രമായ മർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റ് ഈടാക്കുന്നത് ഭാവിയിൽ പരിഗണിച്ചേക്കുമെന്നും കേന്ദ്ര ധനമന്ത്രാലയം സർക്കാർ വ്യക്തമാക്കി. നിശ്ചിത പരിധിക്ക് മുകളിലുള്ള ഇടപാടുകൾക്ക് വളരെ കുറഞ്ഞ നിരക്കിലായിരിക്കും MDR ഈടാക്കുക. ഡെബിറ്റ്, ക്രെഡിറ്റ് കാർഡുകളിലെ MDRനേക്കാൾ ഇത് വളരെ കുറവായിരിക്കുമെന്നും ധനമന്ത്രാലയം പ്രസ്താവനയിലൂടെ വ്യക്തമാക്കുന്നു. പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളിൽ രാഹുൽ ഗാന്ധിയെ വിമർശിച്ച് ശശി തരൂർ MP. CJP ഉന്നയിച്ച അതേ വിഷയം തന്നെയാണ് ഏറ്റെടുത്തത് എങ്കിലും രാഹുലിന്റെ കാര്യമായ ചലനമുണ്ടാക്കാനായില്ല. രാഹുലിന്റെ സംവാദ പരിപാടി ഛാത്രോം കി ഗൂഞ്ചിന് ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കാനായില്ലെന്നും തരൂർ വിമർശിച്ചു. കോൺഗ്രസ് പുനർചിന്തനം നടത്തണമെന്നും തരൂർ വ്യക്തമാക്കുന്നു. അതേസമയം തന്റെ വാക്കുകൾ മാധ്യമങ്ങൾ വളച്ചൊടിച്ചുവെന്ന് ശശി തരൂറിന്റെ വിശദീകരണം പിന്നാലെയെത്തി. പരീക്ഷാ ക്രമക്കേടുകൾ കോൺഗ്രസ് കേന്ദ്ര സർക്കാരിനെതിരെ ആയുധമാക്കുമ്പോഴാണ് വിഷയത്തിൽ കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും കാര്യമായ ചലനമുണ്ടാക്കാനായില്ല എന്ന വിമർശനം മുതിർന്ന നേതാവും MPയുമായ ശശി തരൂർ ഉന്നയിച്ചത്. കോക്രോച്ച് ജനതാ പാർട്ടി ഉയർത്തിയ വിഷയങ്ങൾ അതിനു മുൻപ് കോട്ടയിലെ സംവാദ പരിപാടിയിൽ രാഹുൽ ഗാന്ധി ഏറ്റെടുത്തിരുന്നു. എന്നാൽ കൗതുകമെന്ന് പറയട്ടെ, രാഹുലിന്റെ സംവാദ പരിപാടി ഛാത്രോം കി ഗൂഞ്ചിന് വേണ്ടത്ര ശ്രദ്ധ ലഭിച്ചില്ല. ജൻസികളുടെ വിഷയങ്ങൾ പ്രതിഫലിപ്പിക്കാനും ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കാനും രാഹുലിന്റെ ഛാത്രോം കി ഗൂഞ്ചിനായില്ലെന്നും ശശി തരൂർ കുറ്റപ്പെടുത്തി. മുംബൈയിലെ ഒരു സംവാദ പരിപാടിയിലായിരുന്നു ശശി തരൂരിന്റെ പ്രതികരണം. The established parties will cease to be relevant unless they can listen to the new voices that they haven't heard so far. And I think, frankly, we should have started hearing them already with this.
Interestingly enough, the issues taken up by the CJP and the Jantar Mantar protesters had been taken up by us earlier. We had a Chatron Ki Goonj thing where Rahul Gandhi was addressing students about the paper leaks, about the thing. And that's why we need to ask ourselves, what did we fail to do? Did we fail to listen? Did we fail to tap into the old cliche of having your finger on the pulse of the people? Was our finger missing from the pulse of Gen Z? യുവാക്കളെ കേട്ടില്ലെങ്കിൽ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ അപ്രസക്തമാകും. കോൺഗ്രസ് ഇക്കാര്യത്തിൽ പുനർചിന്തനം നടത്തണമെന്നും ശശി തരൂർ പറഞ്ഞു. BJPക്ക് പുതിയ തലമുറയെ കേൾക്കുന്നതിൽ പോരായ്മ വന്നുവെന്ന് മനസ്സിലാക്കി പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ പുതിയ നീക്കങ്ങൾ നടത്തുന്നുണ്ടെന്നും ശശി തരൂർ ചൂണ്ടിക്കാട്ടി. അമൃത ന്യൂസ്, ന്യൂഡൽഹി. രാജ്യതലസ്ഥാനത്ത് പ്രക്ഷോഭങ്ങൾക്ക് വേദിയാകുന്ന ജന്തർ മന്ദർ പ്രദേശം അടച്ചിടുന്ന കാര്യം എന്തുകൊണ്ട് പരിഗണിക്കുന്നില്ലെന്ന് ഡൽഹി ഹൈക്കോടതി. പ്രതിഷേധത്തിന് അനുമതി തേടിയുള്ള ഹർജി പരിഗണിക്കവെയായിരുന്നു കോടതിയുടെ പരാമർശം. സമരങ്ങൾ ജനങ്ങളുടെ സാധാരണ ജീവിതം തടസ്സപ്പെടുത്തിക്കൊണ്ടാകരുതെന്നും കോടതി നിരീക്ഷിച്ചു. ഡൽഹിയിൽ പ്രതിഷേധങ്ങൾ നടക്കാറുള്ള ജന്തർ മന്ദിർ പ്രദേശം പൂർണ്ണമായും അടച്ചിടുന്ന കാര്യം എന്തുകൊണ്ട് പരിഗണിക്കുന്നില്ല എന്ന് ഡൽഹി ഹൈക്കോടതി പോലീസിനോട് ചോദിച്ചു. നഗരമധ്യത്തിലെ ഇത്തരം പ്രതിഷേധങ്ങൾ കാരണം നഗരത്തെ അനാവശ്യമായി ബന്ദിയാക്കുന്ന സാഹചര്യമുണ്ടാകാൻ പാടില്ല. സാധാരണ ജനജീവിതം തടസ്സപ്പെടുത്തുന്ന രീതിയിൽ സമരകേന്ദ്രങ്ങൾ വേണമോ എന്ന് സർക്കാരാണ് തീരുമാനിക്കേണ്ടതെന്നും ജസ്റ്റിസ് അമിത് മഹാജൻ വാക്കാൽ പരാമർശിച്ചു. ഓൾ ഇന്ത്യ ദലിത് ക്രിസ്ത്യൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ കമ്മിറ്റി ജന്തർ മന്ദിറിൽ പ്രതിഷേധ പ്രകടനത്തിന് അനുമതി തേടി സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയായിരുന്നു ജസ്റ്റിസ് അമിത് മഹാജന്റെ പരാമർശങ്ങൾ. വിഷയം നിലവിൽ സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ടെന്നും ഇക്കാര്യം സർക്കാർ പരിശോധിക്കാമെന്നും സോളിസിറ്റർ ജനറൽ കോടതിയെ അറിയിച്ചു. സമാധാനപരമായി പ്രതിഷേധിക്കാനുള്ള ഭരണഘടനാപരമായ അവകാശം തങ്ങൾക്കുണ്ടെന്ന് ഹർജിക്കാരന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി. അത് ശരിയാണെങ്കിലും സമരത്തിന്റെ പേരിൽ നഗരത്തിലെ ജനങ്ങളുടെ സാധാരണ ജീവിതം തടസ്സപ്പെടുത്തരുതെന്നും കോടതി വ്യക്തമാക്കി. കൂടാതെ സ്വാതന്ത്ര്യദിനം അടുത്തുവരുന്ന സാഹചര്യത്തിൽ സുരക്ഷ മുൻനിർത്തി പ്രദേശത്ത് നിരോധനാജ്ഞ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും സർക്കാർ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. വനിതാ സംവരണം മണ്ഡല പുനർനിർണയത്തിനുള്ള ഭരണഘടനാ ഭേദഗതി ബില്ലിന് പിന്തുണ പ്രഖ്യാപിച്ച് ശിരോമണി അകാലിദൾ. കഴിഞ്ഞ ദിവസം അകാലിദൾ അധ്യക്ഷൻ സുഖ്ബീർ സിംഗ് ബാദൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിനു പിറകെയാണ് ബില്ലിന് പിന്തുണ പ്രഖ്യാപിച്ചത്. രാജ്യത്ത് വനിതാ സംവരണം എത്രയും വേഗം നടപ്പിലാക്കണമെന്ന് ചണ്ഡീഗഡിൽ ചേർന്ന അകാലിദൾ യോഗം ആവശ്യപ്പെട്ടു. നേരത്തെ കർഷക സമരവുമായി ബന്ധപ്പെട്ട് NDA വിട്ട അകാലിദൾ വീണ്ടും BJPയുമായി അടുക്കുന്നുവെന്ന സൂചനയാണ് നൽകുന്നത്. സ്വാതന്ത്ര്യദിനത്തിൽ വന്ദേ മാതരം പൂർണ്ണമായും ആലപിക്കണമെന്ന ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവിൽ വിവാദം. പൂർണ്ണമായി ആലപിക്കേണ്ടതില്ല എന്ന നിലപാടിൽ മന്ത്രിമാരായ രമേശ് ചെന്നിത്തലയും PK കുഞ്ഞാലിക്കുട്ടിയും. ഉത്തരവിനെതിരെ പ്രതിഷേധവുമായി പ്രതിപക്ഷവും രംഗത്തെത്തി. RSS അജണ്ടയുടെ ഭാഗമെന്നും ഉത്തരവ് പിൻവലിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരം സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളിൽ വന്ദേ മാതരം പൂർണ്ണമായും ആലപിക്കണമെന്ന് നിർദ്ദേശിച്ചാണ് ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവ്. ഓഗസ്റ്റ് 9 മുതൽ 17 വരെ നീണ്ടു നിൽക്കുന്ന ഹർഘർ തിരംഗ ക്യാമ്പയിന്റെ ഭാഗമായി എല്ലാ പൊതുചടങ്ങുകളിലും വന്ദേ മാതരം ആലപിക്കണമെന്നാണ് ചീഫ് സെക്രട്ടറി വകുപ്പുകൾക്കയച്ച കത്തിൽ നിർദ്ദേശിക്കുന്നത്. എന്നാൽ സർക്കുലറിനെതിരെ പ്രതിപക്ഷം രംഗത്തുവന്നു. RSS അജണ്ട നടപ്പാക്കുന്നതിന്റെ ഭാഗമെന്നും ഉത്തരവ് പിൻവലിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ CPM നേതൃത്വം ആവശ്യപ്പെട്ടു. ആദ്യത്തെ 2 ചരണം ഒഴിച്ച് ബാക്കി ഭാഗങ്ങളിൽ ഹിന്ദുത്വ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന സമീപനം, അതാണ് അതിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നം. ഇത് എപ്പോഴും എന്താ ഈ പ്രശ്നം എന്നുള്ളതിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മളതിൻ്റെ ഉള്ളിലേക്ക് കടന്ന് പറയാറില്ല. അത് മതനിരപേക്ഷ ഉള്ളടക്കമുള്ളതല്ല. അതിൻ്റെ ആദ്യ ഭാഗം മാത്രമാണ് ഭാരതത്തെ സംബന്ധിച്ച്, ഇന്ത്യയെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദേശഭക്തി ഉൾക്കൊള്ളുന്ന കാര്യം. അതേസമയം വന്ദേ മാതരം പൂർണ്ണമായും ആലപിക്കേണ്ടതില്ല എന്ന നിലപാടിലാണ് ആഭ്യന്തരമന്ത്രിയും വ്യവസായ മന്ത്രിയും. മുൻ നിലപാടിൽ മാറ്റമില്ല എന്ന് PK കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. ഞങ്ങൾ ഇതുവരെ ചൊല്ലിയിട്ടില്ലല്ലോ. ഞങ്ങൾ പിന്നെ കോൺഗ്രസിൻ്റെയും UPന്റെയും ഒക്കെ സാധാരണ ഉള്ള ആ നടപടിയിലുള്ള ആദ്യ ഭാഗം മാത്രമല്ലേ ഇതുവരെ ആരോപിച്ചിട്ടുള്ളൂ. ഇപ്പോൾ ലേറ്റസ്റ്റ് എന്തൊക്കെയാണ് വന്നിരിക്കുന്നത് ഇനി പരിശോധിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെ വെച്ചാൽ ഞങ്ങൾ 2 പ്രധാന സന്ദർഭങ്ങളിൽ, ഒന്ന് സത്യപ്രതിജ്ഞ, അത് കഴിഞ്ഞ അസംബ്ലി. അപ്പോഴൊക്കെ ഞങ്ങളുടെ നയം മുഖ്യമന്ത്രി അന്ന് വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. ഇതിനിടെ സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങുകളിൽ പ്രോട്ടോകോൾ വിഭാഗം പുറത്തിറക്കിയ സർക്കുലറിൽ വന്ദേ മാതരം പൂർണ്ണമായും ആലപിക്കണമെന്ന കാര്യം പ്രതിപാദിച്ചിട്ടുമില്ല. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
കാസർകോട്ടെ സ്വാതന്ത്ര്യദിന ക്വിസ് വിവാദത്തിൽ കർശന നടപടിക്ക് നിർദ്ദേശം നൽകി പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ. കാസർകോട് LP സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തിയ സ്വാതന്ത്ര്യദിന ക്വിസ് ചോദ്യാവലിയിലാണ് വിവാദത്തിലായത്. സ്വാതന്ത്ര്യദിന ക്വിസിൽ VD സവർക്കറുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരം എങ്ങനെ ഉൾപ്പെട്ടു എന്ന കാര്യത്തിൽ പരിശോധന നടത്തുവാനും വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മഞ്ചേശ്വരം, കുമ്പള, കാസർഗോഡ് ഉപജില്ലകളിലെ വിദ്യാലയങ്ങളിൽ LP വിഭാഗം വിദ്യാർത്ഥികൾക്കായി നടത്തിയ സോഷ്യൽ സയൻസ് ക്ലബ്ബ് ക്യൂസ് മത്സരത്തിലാണ് VD സവർക്കറെ പുകഴ്ത്തിയ വിവാദത്തിന് വഴി തുറന്ന ചോദ്യമുള്ളത്. ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ ശിക്ഷ ലഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരെന്ന ചോദ്യത്തിന് ഉത്തരമായി VD സവർക്കർ എന്ന് നൽകിയത് പൊതുവിദ്യാഭ്യാസ രംഗത്ത് RSS അജണ്ട നടപ്പാക്കി കാവ്യവൽക്കരിക്കാനുള്ള നീക്കമെന്നാണ് MSF നേതൃത്വവും മഞ്ചേശ്വരം MLAയും ആരോപിക്കുന്നത്. ചോദ്യാവലി തയ്യാറാക്കിയ അധ്യാപകർക്കെതിരെ അന്വേഷണം നടത്തി കർശന നടപടികൾ സ്വീകരിക്കണമെന്ന് MSF നേതൃത്വം ആവശ്യപ്പെട്ടു. സ്വാഭാവികമായിട്ടും വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തത് UDF ആണ്, മുസ്ലിം ലീഗിന്റെ മന്ത്രിയാണ്. സ്വാഭാവികമായിട്ടും ഈ വകുപ്പ് തലത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് തലത്തിൽ ഏതെങ്കിലും രീതിയിൽ വിവാദം ഉണ്ടാക്കാനുള്ള ഗൂഢശ്രമം ഇതിന്റെ പിന്നിലുണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലക്ഷ്യമുണ്ടോ എന്നൊക്കെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ശക്തമായ അന്വേഷണം തിരക്കെ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് മാപ്പപേക്ഷകൾ നൽകി പെൻഷൻ കൈപ്പറ്റി ജയിൽ മോചിതനായ ഒരാളെ ഏറ്റവും കൂടുതൽ ശിക്ഷ ലഭിച്ച വിപ്ലവകാരിയാക്കി കുട്ടികളുടെ മനസ്സിൽ സ്ഥാപിച്ചെടുക്കുന്നത് RSS അജണ്ടയുടെ ഭാഗമെന്ന് മഞ്ചേശ്വരം MLA AK മഷറഫ് ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. മുസ്ലിം ലീഗ് കൈകാര്യം ചെയ്യുന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിനെയും സംസ്ഥാന സർക്കാരിനെയും അപമാനിക്കുവാനായി മനഃപൂർവ്വം തയ്യാറാക്കിയ ചോദ്യാവലി എന്ന് MLA സംശയിക്കുന്നു. വിഷയത്തിൽ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്ന് MLA പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോട് ആവശ്യപ്പെട്ടു. അമൃത ന്യൂസ്, കാസർഗോഡ്. സ്കൂൾ ക്വിസിലെ സവർക്കറെ പുകഴ്ത്തുന്ന ചോദ്യാവലി വിവാദത്തിൽ പ്രതികരണവുമായി MK മുനീർ. ഇന്ത്യയെ ശുദ്ധീകരിക്കാൻ ശ്രമിച്ചയാളാണ് സവർക്കർ എന്നും ചോദ്യം വന്നത് വളരെ ഗൗരവത്തോടെ കാണണമെന്നും മുനീർ കോഴിക്കോട് പറഞ്ഞു. രാജ്യത്തിന്റെ ചരിത്രം തിരുത്തിയെഴുതാൻ മുസ്ലിം ലീഗ് ശ്രമിക്കേണ്ട എന്ന് രാജീവ് ചന്ദ്രശേഖർ. ചരിത്രം എന്തെന്ന് ഓരോരുത്തർക്കും അറിയാം, വിവാദത്തിൽ താല്പര്യമില്ല. സവർക്കറെ ലീഗിന് ഇഷ്ടമല്ലെങ്കിൽ ലീഗുകാർ ടിപ്പു സുൽത്താന് പുസ്തകം വായിക്കട്ടെ. മുഖ്യമന്ത്രി VD സതീഷിനെ നിയന്ത്രിക്കുന്നത് ലീഗാണെന്ന് കരുതി ലീഗിന്റെ അജണ്ട കേരളത്തിൽ നടപ്പിലാക്കാൻ സമ്മതിക്കില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു.